ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായൊരു കാര്യമാണ്. ദേ ഈ കാണുന്ന ഒരൊറ്റ ഫോട്ടോ, ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഥകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ പോവാണ് നമ്മൾ. ഒരുമിച്ചൊരു യാത്ര പോകാല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചിത്രം. മുഴുവനായിട്ടൊന്ന് നോക്കിക്കേ. ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുന്നത്? കുറച്ച് ഭംഗിയുള്ള പൂക്കൾ, ഒരു പൂന്തോട്ടത്തിലെ കാഴ്ച, അത്രയുള്ളൂ അല്ലേ? പക്ഷേ ശരിക്കും അത്രയേ ഉള്ളൂ? ഒരു ഫോട്ടോയ്ക്ക് നമ്മളോട് എത്രത്തോളം കാര്യങ്ങൾ പറയാൻ പറ്റും? ആ ഒരു ചോദ്യമാണ് നമ്മളെ ഈ ഒരു യാത്രയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇവിടെ തുടങ്ങണം. നമുക്കൊരൊറ്റ പൂവിൽ നിന്ന് തന്നെ തുടങ്ങാം. ദേ ഈ ഒരൊറ്റ പൂവിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. കണ്ടോ അതിൻ്റെ ഇതളുകളിലെ ആ നേർത്ത വരകൾ, പിന്നെ ആ കറുത്ത നടുഭാഗം. ഓരോ ചെറിയ കാര്യത്തിലും എന്തോരം ഡീറ്റെയിൽസ് ആണെന്ന് നോക്കി. ശരിക്കും പ്രകൃതിയുടെ ഒരു മിനിയേച്ചർ പെയിന്റിംഗ് പോലെയില്ലേ? അപ്പോൾ എന്താ മനസ്സിലായേ? നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു ചിത്രത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും അതിൻ്റെതായ ഒരു സ്ട്രക്ചറും ഭംഗിയുമുണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ അടുത്തൊരു ലെവലിലേക്ക് പോകാം. നിറങ്ങൾ. ഈ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേക ഫീൽ കൊടുക്കുന്നതിൽ നിറങ്ങൾക്ക് എന്ത് പങ്കാണുള്ളതെന്ന് നോക്കിയാലോ? ഈ പർപ്പിൾ നിറം എന്താ ഇതിനൊരു പ്രത്യേക ആകർഷണം അല്ലേ? എന്തുകൊണ്ടായിരിക്കും അത്? ഈ ചോദ്യം നമ്മളെ നിറങ്ങളുടെ ലോകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ കൊണ്ടുപോകും. നമുക്ക് ഈ ചിത്രത്തിലെ മെയിൻ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതലുള്ള തീർച്ചയായും ആ വൈബ്രന്റ് പേർപ്പിൾ തന്നെ. എപ്പോഴും ഒരു റിച്ച് ലുക്ക് കൊടുക്കുന്ന കളറാണത്. പിന്നെ നോക്കിയേ, കൂടെ സോഫ്റ്റായ വെള്ള, നല്ല കടും പച്ച, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ചുവപ്പും കൂടി ചേരുമ്പോൾ അടിപൊളി കോമ്പിനേഷൻ അല്ലേ? ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. മുന്നിലുള്ള ഈ പർപ്പിൾ പൂക്കളും പിന്നിൽ ബ്ലറായി കാണുന്ന ആ ചുവപ്പും തമ്മിലുള്ള കോൺട്രാസ്റ്റ് കണ്ടോ? ആ ഒരു വ്യത്യാസമാണ് ഈ ചിത്രത്തിന് ഒരു 3D ഫീലും ഒരു പ്രത്യേക ഭംഗിയും കൊടുക്കുന്നത്. ശരി, നിറങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൂക്കളുടെ ഡിസൈൻ ഒന്ന് നോക്കാം. പ്രകൃതിയുടെ ഈ ഒരു ആർക്കിടെക്ചർ എങ്ങനെയുണ്ടെന്ന് അടുത്തറിയാം. ഈ പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ശ്രദ്ധിച്ചോ? നീളമുള്ള ഇതളുകൾ, പിന്നെ ഇരുണ്ട സെന്റർ ഭാഗം, നേർത്ത പച്ച തണ്ടുകൾ, എല്ലാം എന്ത് പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നേ. അത് മാത്രമല്ല, നന്നായി വിരിഞ്ഞ പൂക്കളുണ്ട്, പിന്നെ വിരിയാൻ തുടങ്ങുന്ന മൊട്ടുകളുമുണ്ട്. ഒരൊറ്റ ഫ്രെയിമിൽ ജീവിതത്തിന്റെ പല സ്റ്റേജുകൾ കാണിച്ചു തരുന്നത് പോലെ. ദേ ഇത് നോക്കിയേ, ആ പർപ്പിൾ പൂവും വെളുത്ത പൂവും കളർ വേറെ ആണെങ്കിലും ഡിസൈൻ ഏകദേശം ഒരുപോലെ തന്നെയല്ലേ? ഒരേ ഡിസൈനിന്റെ 2 വേർഷൻസ് പോലെ. ഇതുവരെ നമ്മൾ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കാര്യങ്ങളൊന്നും മാറ്റി ചിന്തിച്ചാലോ? ഇത് പകർത്തിയ ആളുടെ കണ്ണിലൂടെ ഈ ചിത്രത്തെ ഒന്ന് കാണാം. ആ ഫോട്ടോഗ്രാഫർ എന്ത് തീരുമാനങ്ങളാണ് എടുത്തതെന്ന് നോക്കാം. ഫോക്കസ് ഒരു തെരഞ്ഞെടുപ്പാണ്. സിമ്പിൾ, പക്ഷെ വളരെ പവർഫുള്ളായ ഒരു ഐഡിയ ആണിത്. ഒരു ഫോട്ടോയിൽ എന്ത് കാണിക്കണം, എന്ത് കാണിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിക് ചോയ്സാണ്. ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. സംഭവം സിമ്പിളാണ്. ചില കാര്യങ്ങളെ നല്ല ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിനെ അന്ന് ബ്ലറാക്കി കളയുക. അപ്പം നമ്മുടെ ശ്രദ്ധ എവിടേക്ക് പോകണമെന്ന് ഫോട്ടോഗ്രാഫർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോക്കൂ, ഈ ചിത്രത്തിൽ അത് എത്ര അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കണ്ണ് നേരെ പോകുന്നത് മുന്നിലുള്ള ആ ഷാർപ്പായ പൂക്കളിലേക്കാണ്. പിന്നിലുള്ളതെല്ലാം ഭംഗിയുള്ളൊരു കളർ പശ്ചാത്തലം മാത്രമായി മാറുന്നു. മാർസൽ പ്രൂസ്റ്റിന്റെ ഒരു വാചകമുണ്ട്: യഥാർത്ഥ കണ്ടെത്തൽ പുതിയ സ്ഥലങ്ങൾ കാണുന്നതിലല്ല, പുതിയ കണ്ണുകളോടെ നോക്കുന്നതിലാണെന്ന്. ശരിയല്ലേ? നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോഴാണ് സാധാരണ കാര്യങ്ങളിൽ പോലും നമ്മൾ അസാധാരണമായ സൗന്ദര്യം കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈയൊരു കാഴ്ചപ്പാടുമായി നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ ലോകത്ത് എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കഥകളായിരിക്കും കണ്ടെത്താൻ കാത്തിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.